ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല മക്രോണി മുട്ട മസാല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോകൾ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ നമ്മൾ കൊടുത്തയക്കുമല്ലോ പലതും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് നല്ലൊരു ഇഷ്ടപ്പെടും. മുട്ടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ മക്രോണി ഒരു കപ്പല്ല ഒരു പാത്രത്തിൽ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയത് കുറേ പേർക്ക് 3-4 പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് എന്ത് കഴിഞ്ഞാൽ നമ്മൾ ഡബിളായിട്ട് വരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. ഇത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു പണിയൊന്നുമില്ല കേട്ടോ. കുക്കറിൽ ഒരു ഫിസിലടിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കുക്കറിൽ ഇതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഒപ്പം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ മസാലയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒറ്റ പീസിലടിച്ച് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അപ്പോഴേക്കും നമുക്ക് കുറച്ച് മസാലയും കൂടി ഉണ്ടാക്കാം. കുറച്ച് വെല്ലുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ 2 മുട്ടയും വേണം, പിന്നെ ഒരു തക്കാളി കേട്ടോ. അപ്പോൾ തക്കാളി ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ, അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് അരച്ചെടുക്കട്ടെ കേട്ടോ. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മക്രോണിയൊക്കെ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ ഒന്നും കൂടി ഒട്ടിപ്പ് ചെറുതായിട്ട് അത്ര ഒട്ടിയിട്ടൊന്നുമില്ല, എന്നാലും ഒന്നും കൂടി കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും, അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വിട്ടു. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ഊറ്റി വെക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ ഊറ്റി വെക്കുമല്ലോ, കുറച്ച് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഊറ്റി വെച്ചിരിക്കുകയാണേ. അപ്പോഴേക്കും ഞാൻ മസാല ഉണ്ടാക്കട്ടെ കേട്ടോ. ഒരു പാൻ വെക്കുക. ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കൂടുതൽ നേരം വഴിച്ചൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണിത്. അപ്പോൾ അതൊന്ന് വഴറ്റി കിട്ടുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പേസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ അതാണ് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് അത് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിന് ശേഷം നമ്മുടെ തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ കൂടുതൽ നേരമൊന്നും വേണ്ട, അതും ഒരു ജസ്റ്റ് ഒന്ന് ചൂടായി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നേരെ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലകളൊന്നും അത്ര കൂടുതലൊന്നുമില്ല കേട്ടോ. ഞാൻ 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണോളം മല്ലിപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ വേറെ ഒന്നും ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. വേണമെന്നുള്ളവർക്ക് പിന്നെ വേറെ പൊടികളൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരു 4 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഈ മക്രോണിക്കുള്ള ഉപ്പും പിന്നെ മുട്ട ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ളതും മസാലക്കുള്ളതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരു പാകം അറിയാമല്ലോ, ആ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ 2 മുട്ടയും കൂടിയും അതിലോട്ട് ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. അതും കൂടി ഒഴിച്ചോട്ടെ. നമ്മൾ മുട്ടപ്പേരൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ചിക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്ക് കൈ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മറിക്കാം. ശേഷം നമ്മുടെ മക്രോണിയും കൂടി ഇതിലോട്ട് ഇട്ടെടുത്ത സംഭവം റെഡിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. അത്ര കൂടുതലായിട്ട് റിസ്ക് എടുക്കാനും ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്കത് മക്രോണി വേവിച്ചെടുക്കുമ്പോൾ തന്നെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി കഴിയും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി വെക്കണേ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. മക്രോണി ഇട്ടതിന് ശേഷം 2 സ്പൂണോളം കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കെച്ചപ്പൊക്കെ ഇട്ടാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അവർക്ക് പൊതുവേ ഇഷ്ടമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നൂഡിൽസൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അതേ ഒരു ടേസ്റ്റും കാര്യവും ഒക്കെയാണ്. ഇത് കൂടുതലായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മക്രോണി മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ ഓളെന്നുള്ളതിൽ ടച്ച് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.